ഗുഡ് മോർണിംഗ്. അപ്പൊ തഞ്ചാവൂരിലെ ലാസ്റ്റ് വ്ലോഗ് ആണ് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നത്, കാണാൻ മറക്കണ്ട. അപ്പൊ നമ്മളിത് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെയുള്ള ബോംബെ സ്വീറ്റ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും പനീർ മസാലയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമത്തെ കാര്യം. എന്നിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ രാത്രിക്കുള്ള ഫുഡ് അവിടുന്ന് പാഴ്സലും കൂടെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. തഞ്ചാവൂർ വന്നിട്ട് അവിടുത്തെ തഞ്ചാവൂരിലെ തലയാട്ടുന്ന ബൊമ്മേനെ വാങ്ങാതെ എങ്ങനെ തിരിച്ചു വരും? എന്നിട്ട് അതിന്റെ ഇടയിൽ ഞാനും ആ ബൊമ്മയും കൂടെ ഒരുമിച്ച് തലയാട്ടിയതിന് ശേഷം അവിടുന്ന് ബൊമ്മയും വാങ്ങി അപ്പുറത്തെ കടയിൽ നിന്ന് കരിക്കും കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായി. അങ്ങനെ കുറച്ചധികം നല്ല മെമ്മറീസുമായിട്ട് നമ്മൾ തഞ്ചാവൂർ വ്ളോഗ്സ് ഇവിടെ തീരുകയാണ്. നമ്മൾ എടുത്ത റൂം ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പരിചയപ്പെട്ട കുറെ ആൾക്കാരാണെങ്കിലും എല്ലാവരും അടിപൊളിയായിരുന്നു. അവരെന്നൊക്കെ ഇനി കാണുമോ അതോ അവരൊക്കെ നമ്മളെ ഓർക്കുമോ നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ മൂന്നുപേരും അവരെ ആരെയും മറക്കത്തില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സെയിം അതേപോലെ തന്നെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണത്. നമ്മൾ ഓൾറെഡി തൽക്കാലം സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. ടിക്കറ്റിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. തിരിച്ചു പോകുമ്പോൾ ആലോചിക്കുന്നത് അയ്യോ തഞ്ചാവൂർ ഡേയ്സ് കഴിഞ്ഞല്ലോ, ഇനി വീണ്ടും സാധാ റുട്ടീനിലോട്ട് പോകേണ്ടതെന്നാണ് നമ്മൾ മൂന്നുപേരും ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ട്രെയിൻ വന്ന് ട്രെയിനിൽ കുറച്ച് കമ്പനികളും കിട്ടിയായിരുന്നു നമുക്ക്. എന്നിട്ട് ഫുഡ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ രാവിലെ ആകുമ്പോഴേക്കും 6 മണിയാകുമ്പോഴേക്കും ട്രെയിൻ നമുക്ക് എടപ്പള്ളി എത്തിയായിരുന്നു. അപ്പൊ അത്രയ്ക്കുള്ള ഇതിന് ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാനും ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. അപ്പൊ ബൈ ബൈ.